എല്ലാവർക്കും നമ്മുടെ KK എവറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ എവരി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ലവ് ബേർഡ്സിനെ പറ്റി, അവർക്ക് കൊടുക്കേണ്ട ഫുഡുകൾ, അതുപോലെ അവർക്ക് എന്തൊക്കെ മറ്റ് ഇലവർഗ്ഗങ്ങൾ കൊടുക്കാം, അതുപോലെ ഫ്രൂട്ട്സ്, എന്തൊക്കെ ഫുഡുകൾ കൊടുക്കാമെന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അതുപോലെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഫുഡുകൾ കൊടുക്കാം, അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ലവ് ബേർഡ്സിനെ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരും വളർത്തുന്ന ഒരു ബേർഡാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബേർഡാണ്. അപ്പോൾ അവർക്ക് ഉള്ള ഫുഡിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇലവർഗ്ഗങ്ങൾ നമുക്ക് അവർക്ക് എന്തൊക്കെ കൊടുക്കാം? നമുക്ക് തുളസി ഇല, പനിക്കൂർക്കൽ, അരിവേപ്പ്, അതുപോലെ മല്ലിച്ചപ്പ്, ചീരയിലൊക്കെ നമുക്ക് കൊടുത്ത് പഠിപ്പിക്കുന്നത് നല്ലതാണ്. അവരുടെ ആരോഗ്യത്തിന്, അതുപോലെ അവരുടെ ബ്രീഡിങ്ങിന് ചെറിയ എന്തെങ്കിലും ഫംഗൽ സൂക്കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ നല്ലൊരു ഇലവർഗ്ഗങ്ങളാണവ. അത് നമുക്ക് അവരുടെ കൂട്ടിൽ നമുക്ക് ഡെയിലി ആഴ്ചയിലായി വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇവർക്ക് ധാന്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് തീനയാണ്. അതിൻ്റെ അപ്പുറം നമുക്ക് ഇവർക്ക് മുത്താറി, അതുപോലെ ഗോതമ്പൊക്കെ നുറുക്കി കൊടുക്കാം. അത് അവർ നല്ലവണ്ണം കഴിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് തുടങ്ങിയ ബേഡ്സിനെ നമുക്ക് അവർക്ക് നല്ല പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് കൊണ്ടുപോയിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സോഫ്റ്റ് ഫുഡുകൾ കൊടുക്കാം. അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയത് ഒന്ന് ക്യാരറ്റ്, അതുപോലെ ബീറ്റ്റൂട്ട് ചെറിയതായി ക്രഷ് ചെയ്തിട്ട് ഇവർക്ക് പാത്രത്തിൽ വെച്ച് കൊടുത്താൽ ഇവർ വേഗം കൊടുക്കുന്നതാണ്. കാരണം അത് അവർക്ക് വേഗം തന്നെ ഇവരുടെ ഫീഡ് ചെയ്യാനും, അതുപോലെ തന്നെ ഈ ബേഡ്സിൻ്റെ ടയർഡാവാതിരിക്കാനൊക്കെ നല്ലതാണ്. നമ്മൾ ധാന്യങ്ങൾ മാത്രം കൊടുക്കുമ്പോൾ അത് അവർക്ക് കുറേ ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ വേഗം കൊണ്ടു കൊടുക്കാം. അതുപോലെ തന്നെ ഇവർക്ക് ആരോഗ്യവും മെച്ചപ്പെട്ട കാൽസ്യം, വിറ്റാമിനൊക്കെ കിട്ടാൻ ഏറ്റവും നല്ലത് നമുക്ക് കൊടുക്കാം എഗ് ഫുഡ് കൊടുക്കാം. അത് രണ്ട് തരത്തിൽ നമുക്ക് കൊടുക്കാം. ഒന്ന്, ഒരു പുഴുങ്ങിയ മുട്ട നമുക്ക് അങ്ങനെ തന്നെ ചീകി അവരുടെ കൂട്ടിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിളിൽ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഈ പുഴുങ്ങിയ മുട്ടയും കൂടി മൂന്നും കൂടി നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. അങ്ങനെയും കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ കാൽസ്യം, വിറ്റാമിനൊക്കെ ഇവർക്ക് കിട്ടുന്നതാണ്. അല്ലാതെ നമുക്ക് കടകളിൽ നിന്ന് ഈ കാൽസ്യത്തിന്, ഈ മുട്ടയിടാനും അതുപോലത്തെ കാര്യത്തിനൊക്കെ നമുക്ക് കാൽസ്യത്തിന് നമുക്ക് കടവനാക്ക്, അതുപോലെ തന്നെ കാൽസ്യം ബ്ലോക്ക് എന്നിവയും കൊടുക്കാം. ഇങ്ങനെ നമ്മളൊരു ബേഡിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബേഡ് നല്ല ഹെൽത്തി ആയിരിക്കും, അതുപോലെ തന്നെ ഫാസ്റ്റ് ബ്രീഡിങ് ആയിരിക്കും. നമുക്ക് ഒരു 5 മുട്ട ഇട്ട് കഴിഞ്ഞാൽ 5 കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ ഈ 5 കുഞ്ഞുങ്ങളെ നമുക്ക് ചത്തുപോവാതെ നമുക്ക് അത് വിരിഞ്ഞ് പുറത്തിറക്കുക. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ് നമ്മളെ ഏരിയയിൽ. അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബേഡ്സിന് നല്ല ആരോഗ്യവും നല്ല ബ്രീഡിങ്ങും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ബേഡ്സിനെ വളർത്തുന്ന നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയറാക്കി കൊടുക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതാണ്.